ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജിയാണ്. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്, അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, ഒരു ജെൻഡർലെസ് റീഡിങ്ങുമാണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോഴുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ളൊരു ഇമോഷണൽ ഫേസിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോഴൊക്കെ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് പോലെയൊക്കെ തോന്നും. പക്ഷേ ഉള്ളിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡും അതുപോലെ തന്നെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും, അതുപോലെ തന്നെ ഒരുപാട് ചിന്തകളും പേടികളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ചേർന്നിട്ടൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരു വളരെ ഡെപ്തിൽ ആയിട്ടുള്ളൊരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി അതൊരു സോൾ ലെവലിൽ നല്ലൊരു വലിയ രീതിയിലുള്ളൊരു അട്രാക്ഷൻ ആയിരിക്കാം. പക്ഷേ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ അതിനെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്നോ എന്നൊന്നും ഈ ഒരു പേഴ്സണ് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയും കാര്യവുമില്ല. കാര്യം എന്ന് വെച്ചാൽ വളരെ ഇമോഷണലി ഇപ്പോൾ ചിലപ്പോൾ മേ ബി നിങ്ങൾ രണ്ടുപേരും ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാരായിരിക്കാം, അതല്ല എങ്കിൽ സിംഗിളായിട്ടുള്ള പേഴ്സൺസും ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ സാഹചര്യം കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിൽ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ നല്ലൊരു ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് അത് എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യണത്, അതായത് ഒരുപാട് അങ്ങ് അട്രാക്റ്റഡ് അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോൾ പേടി, മനസ്സിലായോ? ആദ്യമായിട്ട് എനിക്ക് ഒരാളോട് ഇങ്ങനെ തോന്നുന്നു, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെയൊക്കെ ഇവർക്കും തോന്നുമ്പോൾ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ടുള്ളൊരു ധാരണയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തുടരണോ അല്ലെങ്കിൽ ഞാൻ ബാക്കിലേക്ക് പോകണോ എന്നൊക്കെ ഒരു ഡൗട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം, അതല്ല എങ്കിൽ ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞിട്ടും തമ്മിൽ പറയാതെ അല്ലെങ്കിൽ കൂടുതൽ രീതിയിൽ കണക്ട് ചെയ്യാത്ത ആൾക്കാരുടെയും എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനൊക്കെയുള്ള റീസൺ ഇതാണ്. അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അത് പറയണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇത് എന്തായിരിക്കും ഫ്യൂച്ചർ, അല്ലെങ്കിൽ അതിങ്ങനെയുള്ള ഒരുപാട് ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സണിൽ നിന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം വളരെ സത്യമായിട്ടുള്ളൊരു ഇഷ്ടമാണ്. ഇതൊരിക്കലും ഒരു ഫ്ലേർട്ടിങ്ങോ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യാനോ ഒന്നുമല്ല. പക്ഷെ ഉള്ള ഒരു ഫീലിംഗ് വളരെ ഡീപ്പായിട്ടുള്ളതാണ്. പക്ഷേ അവർക്കത് ഫുള്ളായിട്ടൊന്നും നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനൊന്നും കഴിയുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ ഒരു പ്രൊട്ടക്ഷൻ മോഡാണ്, മനസ്സിലായോ? അതല്ലെങ്കിൽ ഒരു ബൗണ്ടറി പോലെ അങ്ങനത്തെ രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും, പാസ്റ്റ് ട്രോമാസ്, പാസ്റ്റ് റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സ്, അതൊന്നും അല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആ ഒരു രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ മോഡ് എന്ന പോലെ നിങ്ങളെ കൺട്രോൾ ചെയ്തും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. അത് കൂടുതലും തന്നെ പാസ്റ്റിൽ നിന്നും വന്നിട്ടുള്ള വേദനകൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ട്രസ്റ്റ് ഇഷ്യൂസ് നല്ലതുപോലെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഇമോഷണലി ബ്ലോക്കേജസും കാര്യങ്ങളുമൊക്കെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. നിങ്ങളെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സ് വളരെ സോഫ്റ്റ് ആവാറുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നൊരു കാര്യമാണ്, അല്ലേ? പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു നിങ്ങളെ കാണുന്നതും എടുക്കുന്നതൊക്കെ അവർക്കൊരു സമാധാനം കിട്ടുന്ന ഒരു രീതിയാണ്. പക്ഷേ സെയിം ടൈം തന്നെ ഇത് ഉള്ളിൽ നിന്ന് ആ ഒരു നേരത്തെ ഉണ്ടായിട്ടുള്ള ആ ഒരു പാസ്റ്റ് ഇഷ്യൂസ് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി മൈൻഡിലൊരു തോന്നലുണ്ടാകും, ഇത് വീണ്ടും എന്നെ വേദനിപ്പിക്കാൻ തന്നെയാണോ വരുന്നത് എന്ന് ഒരു പേടിയുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരു നിമിഷം വളരെ സ്നേഹത്തോടെ നിൽക്കുകയും പിന്നീട് പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് തന്നെ അകലം പാലിച്ച് നിൽക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇതവർക്ക് ശരിക്കും കളിയായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല.
അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്തോട്ട് കൂടുതൽ ഇഷ്ടം വരികയും പെട്ടെന്ന് പേടിച്ച് മാറുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എത്ര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഉള്ളിലും ആ ഒരു ആ ഒരു മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ അവർക്കും അതുപോലെ തന്നെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. അവർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അതുപോലെ തന്നെ കരിയർ, സ്വന്തം ലൈഫ് സെറ്റിലാക്കണം എന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ മെമ്മറീസൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ അതിൽ നിങ്ങളിൽ നിന്നും ചേഞ്ചായിട്ട് മാറി അതായത് വർക്ക്ഹോളിക്കായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ കുറേ കൂടെയൊക്കെ നമ്മൾ ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ അതും ഒരു തരത്തിൽ നോക്കുമ്പോൾ ആ ഒരു രീതിയിലും ഈ ഒരു പേഴ്സൺ പോകുന്നുണ്ട്. അതല്ല എങ്കിൽ പിന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ്ങും ആക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ കരിയറും പിന്നെ ഫിനാൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിൽ കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയ ഒരു റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിലോട്ട് ഇഷ്ടമാണ്. പക്ഷേ അതിലോട്ട് കൂടുതൽ അങ്ങോട്ട് അകത്തേക്ക് കടന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പിലോട്ട് പോകാൻ പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനിയും നല്ല രീതിയിൽ ചെയ്ത് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇനിയും വീണ്ടും എനിക്ക് പഴയ പോലെ ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ വീണ്ടും ഒന്നേന്ന് തുടങ്ങണമെന്നൊക്കെ ഒരു പേടിയൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് സെറ്റിലാകട്ടെ അല്ലെങ്കിൽ സ്റ്റേബിളാക്കി വെക്കട്ടെ, പിന്നെ മാത്രം നമുക്ക് റിലേഷൻഷിപ്പിനെ പറ്റി ആലോചിക്കാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോട്ട് ആലോചിക്കാമെന്നല്ല, റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലോട്ട് മാറ്റാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് പോകാം എന്നാണ് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ ആ ഒരു എനർജി വെച്ചിട്ട് ഇവിടെ പറയാൻ പറ്റും, നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഒരു എനർജി അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് അവർക്ക് കൊണ്ട് വന്നൊരു രീതിയിൽ തന്നെയാണ്. അതായത് നമ്മൾ പറയില്ലേ, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നത് അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. അതായത് അവരുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു എനർജീനെ അവർ ഫേസ് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടും വളരെ എനർജറ്റിക് ആയിട്ടും ഒക്കെ വളരെ ഹാപ്പിനെസ്സും ഒക്കെ തരുന്ന ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് ഒരു എനർജി അല്ലെങ്കിൽ ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു സ്നേഹം, ഇഷ്ടം, ഒരു കെയറിങ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അവർക്കുള്ളിലുള്ള ഇങ്ങനെ പേടിയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ബ്ലോക്കേജസും അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇത്രയും നാൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് എനർജി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ബ്ലോക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പതുക്കെ എന്താ നീങ്ങുന്നല്ല പറയുന്നത്, അതിനൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒരു ചെറിയ രീതിയിലൊരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു നിങ്ങളെ കണ്ട ആ ഒരു സമയത്തൊക്കെ. പിന്നീടെന്ന് വെച്ചാൽ ഭയങ്കര പേടിയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു എന്താ പറയുക ബ്ലോക്കുകളൊക്കെ വീണ്ടും എന്താ പറയുക കുറേ കൂടെയൊക്കെ ട്രിഗർ ചെയ്യാൻ തുടങ്ങി അവരുടെ ഉള്ളിൽ. അതൊക്കെ തന്നെയാണ് അത് അവരെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. അതായത് നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ നെഗറ്റീവ് അല്ല പറയുന്നത്, നിങ്ങളുടെ പോസിറ്റീവായിട്ട് എനർജി, അതങ്ങനെയാണല്ലോ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഹീലിംഗ് വേർഷനായിട്ടായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള പ്രോബ്ലംസൊക്കെ ട്രിഗർ ചെയ്ത് അവർ ഓട്ടോമാറ്റിക്കലി ഹീലിങ്ങിലോട്ട് വരണം. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോടുള്ള അവരുടെ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് അറിയാം നിങ്ങൾ ഒരുപാട് എന്താ പറയുക, മേ ബി ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറും തമ്മിൽ നല്ല രീതിയിലൊരു ഏജ് ഡിഫറൻസ് ചിലപ്പോൾ കാണും. മേ ബി ഒരു ജൂനിയർ ആയിരിക്കാം നിങ്ങളെക്കാട്ട്, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. അതവർ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ചിലപ്പോൾ സെയിം ഏജ് ആയിരിക്കാം, അതല്ലെങ്കിൽ സ്വഭാവം കൊണ്ട് ഒക്കെ നമ്മൾ പറയുമല്ലോ കുട്ടികളുടെ അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് ജൂനിയർ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഉള്ളിൽ അറിയാം നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതെന്ന്. അങ്ങനത്തെ ഒരു ഫീലിംഗ് അവർക്ക് ശരിക്കും ഉണ്ട്.
അതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും കൂടുതലായിട്ട് സംസാരിക്കുകയും കൂടുതലായിട്ട് ഫീലിങ്സും കൂടുതലായിട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലോട്ടൊക്കെ വരുമ്പോഴും ഉള്ളിൽ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കണമെന്നില്ല എങ്കിൽ പോലും നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ആ ഒരു ഫീലിങ്ങിലോട്ടൊക്കെ വരുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ഞാനിതിന് റെഡിയാണോ എന്നൊരു പേടി അല്ലെങ്കിൽ ആ ഒരു വോയിസ് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ ഒരു ചെറിയൊരു ഡിസ്കണക്ഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അത്ര വലിയ ഡെപ്തിലോ അത്ര വലിയ ക്ലിയറോ അല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട്. പക്ഷെ അത് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. രണ്ടുപേരും മനസ്സിൽ വെച്ചിട്ട് കൂടുതലും ആ ഒരു പേഴ്സൺ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു പേഴ്സണെ അറിയാം. കുറേ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സോളിനെ അറിയാം. പക്ഷെ നിങ്ങൾ ആസ് എ ഹ്യൂമൻ ബീയിങ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലോട്ടും അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല.